ഹലോ കൂട്ടുകാരെ, വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ റെസിപ്പി ബീഫ് ഫ്രൈ ആണ്. ബീഫൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ബീഫ് വേവിക്കാനായിട്ട് കുക്കർ എടുക്കുക. ഈ 1 കിലോ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പൂടിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കും. ബീഫ് പാകമായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു ഉരുളി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൊത്തത്തിലുള്ള വെളുത്തുള്ളിയും ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞത് ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കിനി ഇതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10-30 കൊച്ചുള്ളിയോളം ഇട്ട് കൊടുക്കുക. ബീഫ് ഫ്രൈക്ക് മെയിൻ ആയിട്ട് നമുക്ക് കൊച്ചുള്ളിയാണല്ലോ വേണ്ടുന്നത്. ഇതിലേക്ക് തന്നെ 2 വലിയ സവാളയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നവരെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസുകളും ഷോർട്സുകളും നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ കിട്ടത്തുള്ളൂ. ഓരോരോ പുതിയ റെസിപ്പികളും അതുപോലെ തന്നെ ഓരോരോ ടിപ്സുകളും ഒക്കെ നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് അരിഞ്ഞത് ചെറിയ ചതുരം കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ സവാളയും കൊച്ചുള്ളിയും ഒക്കെ നല്ലതുപോലെ വഴറ്റിയാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടിട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ ഉള്ളിയും സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. നമ്മുടെ എരിക്ക് അനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. നമ്മളിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ഇടുക. എന്നാലേ നമ്മുടെ ബീഫ് ഫ്രൈക്ക് എരിയൊക്കെ ഉണ്ടായാലല്ലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഈ പൊടികളും വഴറ്റി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും സവാളയും കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പൊടികളും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ബീഫിന്റെ വെള്ളം ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബീഫ് വേവിച്ച കഷ്ണങ്ങളും കൂടി ഇതിലിട്ട് നല്ലതുപോലെ അതൊന്ന് ഇളക്കിയെടുക്കുക. ഈ അരപ്പും ബീഫും എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നമ്മൾ ആദ്യം കണ്ടതുപോലാണ് ഇപ്പം നല്ലതുപോലെ അരപ്പെല്ലാം പിടിച്ച് ബീഫെല്ലാം നല്ലതുപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഇളക്കി ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, ആ അരപ്പൊക്കെ ബീഫും അരപ്പും എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. എല്ലാവരും വീടുകളിൽ ബീഫ് വാങ്ങുമ്പോൾ ഇതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. മറക്കാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നല്ല മണം വരുന്നുണ്ട് ബീഫ് ഫ്രൈയുടെ. ചോറ് കൂട്ടി കഴിക്കാനായിട്ട് കൊതിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.